ശ്രീദീപം പബ്ലിക് സ്കൂളിൽ നീണ്ട വരാന്തയിൽ സ്കൂളിലെ തലതെറിച്ച ആ 8ാം ക്ലാസ്സുകാരി. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുണ്ടെങ്കിലും ബുദ്ധിയാണെ തെറ്റിദ്ധരിക്കേണ്ട ലെവലേഷം വിവരമില്ലായിരുന്നു. അതെനിക്കൊരു അലങ്കാരമായിരുന്നു, അന്നും ഇന്നും ഇനി അങ്ങോട്ടും. അങ്ങനെയാകാനാണ് ചാൻസ്. ബുദ്ധി വിവരം രണ്ടും രണ്ടാണ്, അതെടുത്ത് പറഞ്ഞേക്കാം. ശ്രീദീപം സ്കൂളിൻ്റെ പ്രത്യേകത, അത്യാവശ്യം പണമുള്ള വീട്ടിലെ കുട്ടികളാണ് അവിടെ പഠിച്ചിരുന്നത്. സ്കൂൾ ഒരു ട്രസ്റ്റിൻ്റെ ആയതുകൊണ്ട് പഠിക്കാൻ മിടുക്കനായ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് സൗകര്യം ഒരുക്കിയിരുന്നു. 10 വരെ വരുണേട്ടൻ്റെ നാട്ടിലെ ഇവരുടെ ട്രസ്റ്റിൻ്റെ കീഴിലാണ് പഠിച്ചത്. 10ൽ ഉയർന്ന മാർക്ക് നേടി ആ സ്കൂളിൻ്റെ അഭിമാനമായിരുന്നു കക്ഷി. +2 കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠിക്കാൻ അവർ തന്നെയാണ് ആളെ എൻ്റെ സ്കൂൾ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചത്. മാളു ഓടിവാ, ബെല്ലടിച്ചു. രാവിലെ തന്നെ മാത്സ് ആണ്, ഞാൻ ഹോംവർക്ക് ചെയ്തില്ല, നിന്റെ നോക്കി ചെയ്യാനാണ് വന്നത്. പാത്തു എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. അയ്യോ, പ്രയറിന് അനങ്ങാൻ പറ്റില്ല. നിന്നോട് അപ്പോഴേ പറഞ്ഞതാണ് നേരത്തെ വരാൻ. ഇന്ന് എനിക്ക് തല്ലു കിട്ടും. പാത്തു പരിഭവം തുടങ്ങി. ഞാൻ അവളെ നോക്കി കൊഞ്ഞനം കാട്ടി. എവിടെ നോക്കിയാടോ നടക്കുന്നത്? എന്നെ വന്ന് തട്ടിയിട്ട ചെക്കൻ നേരെ എൻ്റെ കൈ പൊങ്ങി. അടങ്ങ് പെണ്ണെ, വരുണിൻ്റെ നേരെ കൈ ഉയർത്താൻ നീ ആയിട്ടില്ല. ഉയർത്തിയ കയ്യിൽ പിടിച്ചുകൊണ്ട് ചെറുമീശ വളർന്നു വരുന്ന ചെക്കൻ എൻ്റെ നേരെ നോക്കി. ഇന്ന് കൂടെയുള്ള ആ നിർവികാരത അന്നിൽ എന്നിൽ നിന്നും ആദ്യമായി ഉടലെടുത്തു. ആ മുഖത്തേക്ക് നോക്കി നിന്ന് സാധാരണ ഇങ്ങനെയുള്ളവന്മാരുടെ മെക്കെട്ട് കയറുകയാണ് പതിവ്. ഇന്നിപ്പോൾ എനിക്കെന്താ പറ്റിയത്? ഞാൻ വാകുളിച്ചു. പ്രയർ കഴിഞ്ഞ് ബെൽ മുഴങ്ങിയതും ഞാനൊന്ന് ഞെട്ടി. എടാ, എൻ്റെ കയ്യിൽ നിന്ന് വിട്. എടാ എന്നോ ചേട്ടാ എന്ന് വിളിക്കടി. മൂത്തവരെ ബഹുമാനമില്ലാതെ കുറേ എണ്ണമുണ്ട് ഇവിടെ. ഞാൻ ശരിയാക്കുന്നുണ്ട്. ഞാൻ തൊണ്ടയിൽ തങ്ങിയ ഉമിനീർ പതുക്കെ ഇറക്കി ആണൊരുത്തിന് മുൻപിൽ ആദ്യമായി അടിയറവ് പറഞ്ഞു. വരുണേട്ടൻ പോകുന്നത് നോക്കി നിന്നു. എടി മാളു. പാത്തുവിൻ്റെ വിളിയാണ് എന്നെ ഉണർത്തിയത്. ഇവൻ ഏതാടി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കയറി കളിക്കാൻ? നിനക്കറിയില്ലേ മാളു, വരുൺ +2 ബാച്ചാണ്. കഴിഞ്ഞ ആനിവേഴ്സറിക്ക് കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നു. ഓ, ഇവനൊക്കെ ഏതാണാവോ? എന്തായാലും റൗഡി ഒന്ന് പതറിയല്ലേ? പാത്തു എൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെയൊന്നും ഞാൻ തോൽക്കില്ല മോളെ പാത്തുമ്മ. ഞാൻ അവനെ അരക്കല്ലയിലിട്ട് അരച്ച് പാലിൽ കലക്കി ഒറ്റ വലിക്ക് കുടിക്കും. പറഞ്ഞുകൊണ്ട് തിരിഞ്ഞത് മുന്നിൽ വരുണേട്ടൻ. കുടിക്കില്ല, പാലെനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചുമൽ കൂച്ചി. കൈ കെട്ടിയൊരു പുരിക ഉയർത്തി എന്നെ നോക്കി നിൽക്കുന്ന വരുണേട്ടൻ. വരുൺ വരൂ, ഗുരുജി വിളിക്കുന്നു. കെമിസ്ട്രി പഠിക്കുന്ന വിനോദ് സാർ വരുണേട്ടൻ്റെ തോളിൽ കൈയിട്ട് നോക്കിയതും ഞങ്ങളെ. നീയൊക്കെ എന്താ ഇവിടെ? പ്രയർ കഴിഞ്ഞല്ലോ, ഗോ ടു ക്ലാസ്. ഒരു പുകമറയായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകും മുൻപ് ഞങ്ങളോടി ക്ലാസ്സിൽ കയറി. ഓരോ പീരീഡ്സ് കഴിയുമ്പോഴും എൻ്റെ തലക്ക് വട്ട് പിടിച്ചുകൊണ്ടിരുന്നു. പല ജില്ലകളിലായി ഒരുപാട് സ്കൂളിലുണ്ട് ശ്രീദീപൻ ട്രസ്റ്റിന്. അതിൻ്റെ മേലധികാരി സ്വാമി നിത്യാനന്ദ ദീപ്തയാണ്. അദ്ദേഹത്തെ അങ്ങനെ ആർക്കും കാണാനോ സംസാരിക്കാനോ പെട്ടെന്ന് കഴിയില്ല. അത്ര കടുപ്പുള്ളവർ മാത്രമേ അതിനനുവാദമുള്ളൂ. എൻ്റെ അച്ഛൻ PTA പ്രസിഡന്റ് ആയതുകൊണ്ടും അതുപോലെ ഇടയ്ക്ക് ട്രസ്റ്റിനെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നത് കൊണ്ടും ആൾക്ക് ഗുരുജിയുടെ മുൻപിൽ സർവ്വസ്വാതന്ത്ര്യവുമാണ്. അതാണ് എൻ്റെ അഹങ്കാരവും. അത് ഞാൻ മുതലെടുത്തിരുന്നു. പക്ഷേ ഇന്ന് വരുൺ അയാൾ എങ്ങനെ ഗുരുജിയായി ഇത്ര അടുപ്പം? ഒരു ചോദ്യചിഹ്നമായി എന്നിൽ അവശേഷിച്ചു. മാളു, കിട്ടിയടാ, വരുണിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും കിട്ടി. പാത്തു ആദർശിൻ്റെ കൂടെ ഓടി വന്നു. എങ്ങനെ? എന്താ കിട്ടിയത്? ഞാൻ ആകാംക്ഷയടക്കി ചോദിച്ചു. എടി, അവനൊരു പാവപ്പെട്ട വീട്ടിലെ ഒറ്റമോനാണ്. അവൻ 10 വരെ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള അവൻ്റെ നാട്ടിലെ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ അവൻ ഗുരുജിയുടെ അരുമ ശിഷ്യനാണ്. അവനെ എന്നും അടുത്ത് കാണാനാണ് ഗുരുജി ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെയുണ്ട്. ആദർശമൊന്ന് നിർത്തി. എന്ത്? ഞാൻ പുരിക ഉയർത്തി. അത് സ്കൂളിൻ്റെ ഡിസിപ്ലിൻ വേണ്ടി വരുണെ ലീഡറാക്കുകയാണ്. ഇനി നിന്റെ കളിയൊന്നും നടക്കില്ല മോളെ. ആദർശമൊന്ന് നിർത്തി. അപ്പോൾ വെറുതെയല്ല അവൻ എന്നെ വെല്ലുവിളിച്ചിട്ട് പോയത്. എന്നെ ഒതുക്കാമെന്ന് അവൻ സ്വപ്നത്തിൽ കരുതണ്ട. അവനുള്ള പണി ഞാൻ കൊടുക്കും. നിങ്ങളെൻ്റെ കൂടെ നിൽക്കാമോ? ഞാനില്ല എൻ്റെ പൊന്നു മോളെ, എനിക്ക് ഗുരുജിയെ പേടിയാണ്. ആദർശ അപ്പയെ സ്കൂട്ടായി. സില്ലി പോയി, അവൻ പോട്ടടാ. പാത്തു. ഞാൻ പാത്തുവിന് നേരെ തിരിഞ്ഞു. അതിപ്പോൾ പണ്ടു ഞാൻ കൂടെ ഉണ്ടല്ലോ, നമുക്ക് പൊളിക്കാം മോളെ. അവളുടെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നി. ലക്ഷം പിന്നാലെയില്ലെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ടല്ലോ. അത് മതി. പിന്നീട് വരുണിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു സ്റ്റുഡൻസ് മുഴുവൻ. എന്നെ അനുസരിച്ചിരുന്ന എല്ലാ വാല് പോലെ വരുണേട്ടൻ എന്ന് പറഞ്ഞു പോകുന്നത് കണ്ട് എനിക്ക് അസൂയ കൊണ്ട് കരച്ചിൽ വന്നു. ആളാണിൽ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. 10ൽ പഠിക്കുന്ന സ്നേഹ നമ്പ്യാരാണ് അവൾക്ക് CEO അസിസ്റ്റൻ്റ് ആയത്.
അതുകൂടി കണ്ടപ്പോൾ എൻ്റെ ദേഹം വിറഞ്ഞു തുടങ്ങി. അവർ രണ്ടുപേരും കാര്യങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ അനുസരിക്കണം. സ്കൂൾ എക്സിബിഷൻ വന്നപ്പോൾ ഉത്സാഹത്തോടെ ഓടിച്ചെന്ന് എന്നെ വരുണേട്ടൻ നൈസായിട്ട് ഒഴിവാക്കി. വെറും കാഴ്ചക്കാരി മാത്രമായി എന്നെ ഒതുക്കി. സ്നേഹിയും വരുണേട്ടനും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് കാര്യങ്ങൾ നിയന്ത്രിച്ചു. എക്സിബിഷൻ കാണാൻ 2ാം ദിവസം ഞാൻ ചെല്ലുമ്പോൾ സ്നേഹിയുടെ വക കമന്റ്, ഇവിടെ ചിലരുണ്ടായിരുന്നു, വരുണേട്ടൻ വരും വരെ എന്തായിരുന്നു ഭാവം. അച്ഛനും മോളുമാണ് ഇവിടെ ഭരിക്കുന്നതെന്നാണ് വിചാരം. പാവം കൊമ്പൊടിഞ്ഞു പോയി. ഡി ഞാൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചു കഴിഞ്ഞിരുന്നു. നിർത്തടി, നീ ആരാണെന്നാ നിന്റെ ഭാവം? വരുണേട്ടൻ്റെ ശബ്ദം. ഞാൻ തിരിഞ്ഞു നോക്കി. പുറകിൽ ടീച്ചേഴ്സുമുണ്ട്. അല്ലെങ്കിലും ഈ കുട്ടിക്ക് അഹങ്കാരം കൂടുതലാണ്. ഇത്രയും നാൾ മാളവിക സ്കൂളിൻ്റെ അഭിമാനമെന്ന് പറഞ്ഞിരുന്ന മാത്സ് ടീച്ചർ അല്ലെങ്കിലും കണക്ക് കൂട്ടലുകൾ തെറ്റിക്കാൻ ഇവറ്റകൾക്കുള്ള കഴിവ് അപാരമാണ്. അവസാനം അവരുടെ എല്ലാ കുറ്റപ്പെടുത്തലിനു മുൻപിൽ ഞാൻ തലകുനിച്ചു പോയി. നീ എന്തിനാ പെണ്ണിന് മെക്കെട്ട് കയറാൻ പോയത്? ഗുരുജിയുടെ മുൻപിൽ കൊണ്ടുപോകാഞ്ഞത് ഭാഗ്യം. പാത്തു എന്നെ ഉപദേശിക്കുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ലായിരുന്നു. വിഷമം പകയായി മാറുകയായിരുന്നു മനസ്സിൽ. വീട്ടിൽ വന്നിട്ടും അമ്മയും ചിറ്റയും പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ല. എങ്ങനെ അവർക്ക് പണി കൊടുക്കാമെന്നായിരുന്നു എൻ്റെ ആലോചന. അന്നത്തെ പണത്തിൻ്റെ ഹുങ്കല്ലാതെ എന്ത്? അവസാനം അച്ഛൻ്റെ മുറിയിൽ നിന്നും ഒരു വലിയ ബോട്ടിൽ മദ്യക്കുപ്പി കൈക്കലാക്കി. എക്സിബിഷൻ്റെ അവസാന ദിവസം അത് സ്കൂളിലെത്തുമ്പോൾ കൈകൾ വിറച്ചിരുന്നു. വരുണേട്ടൻ്റെ ഗ്രൂപ്പിൽ കൊടുക്കാനുള്ള ജ്യൂസിൽ അതൊഴിച്ചു. ബാക്കി വരുണേട്ടൻ്റെ ബാഗിൽ ഒളിപ്പിക്കാനും മറന്നില്ല. ഇത്രയും വേണൂടാ, ആരെങ്കിലും അറിഞ്ഞാ? പാത്തു എന്നെ തടയാൻ ശ്രമിച്ചു. വേണം പാത്തു, ആരും അറിയില്ല. ആ മുറിയിലുണ്ട് എല്ലാവരും. അവൾ ഒറ്റയ്ക്കാണ് അവന്മാരുടെ കൂടെ. ഇത് തീക്കളിയാണ് മോളെ, വീണ്ടും പാത്തു പറഞ്ഞു. ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താതെ പെണ്ണേ. ആദർശ്, ഡാ ഇങ്ങ് വന്നേ. ദാ ഈ ജ്യൂസ് കൊണ്ട് അവർക്ക് കൊടുക്ക്. അവനത് കൊണ്ടുപോകുന്നത് നോക്കി ഞാനും പാത്തുവും ഇരുന്നു. പതുക്കെ ജനലിലൂടെ നോക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവർ ചിരിക്കുന്നുണ്ട്. ആ ജ്യൂസ് ചുണ്ടോട് ചേർത്തപ്പോൾ ഞാൻ പാത്തുവിനെ കെട്ടിപ്പിടിച്ചു. എക്സിബിഷൻ ഹാളിൽ അവസാന ദിവസമായതുകൊണ്ട് ഗുരുജി വന്നിരുന്നു. പലതിലും തട്ടി വീഴാൻ പോയ വരുണേട്ടനെ കണ്ടതും എൻ്റെ മുഖത്ത് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഗുരുജിയുടെ പുന്നാര മോനെ, ഇന്ന് തന്നെ ഗുരുജിയുടെ ശത്രുവാകും, നോക്കിക്കോ. പാത്തു, ഞാൻ പാത്തുവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല. ആടി അവർ 5 പേര് ഗുരുജിക്ക് മുൻപിലേക്ക് വീണു. എല്ലാത്തിൻ്റെയും തലയിൽ വിനോദ് സാർ വെള്ളമൊഴിക്കുന്നത് കണ്ട് എനിക്ക് ചിരിയെടുക്കാനായില്ല. എന്നാലും ഇങ്ങനെയും പിള്ളേരുണ്ടോ? ഇത്രയും കാലത്തിനൊടുക്കം ഞാനിതുപോലത്തെ കുട്ടികളെ കണ്ടിട്ടില്ല, അഹങ്കാരികൾ. മാത്സ് ടീച്ചർ വീണ്ടും കളം മറിഞ്ഞു. ആ ബെസ്റ്റ്, അതെനിക്ക് പെരുത്തി ഇഷ്ടമായി. സർ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. വെളിവി വീണ വരുണേട്ടൻ വിനോദ് സാറിൻ്റെ മുഖത്തേക്ക് നോക്കി. മുഖമഴിച്ചൊരടിയായിരുന്നു മറുപടി. സാർ വരുണേട്ടൻ്റെ ബാഗിൽ നിന്നും കുപ്പിയെടുത്ത് കാണിച്ചു. ഇതിന് നീ ഉത്തരം പറ. സാറ് നിന്ന് വിറച്ചു. സാർ, എനിക്കറിഞ്ഞൂടാ. വീണ്ടും നിരപരാധിത്വം തെളിയിക്കാൻ ആൾ ശ്രമിച്ചു. ഗുരുജിയുടെ മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ മനസ്സൊന്ന് പിടച്ചു. എങ്കിലും എൻ്റെ അഹങ്കാരം ഒട്ടും കുറയാതെ ഞാൻ അത് നോക്കി നിന്നു. സത്യത്തിൽ ഒരു സസ്പെൻഷൻ മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ TC കൊടുത്തു വിടുന്നു എന്ന് അതറിഞ്ഞ നിമിഷം ഞാൻ ഓടി അടുത്ത് ചെന്ന് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. നീയാണ് എനിക്ക് ജ്യൂസിൽ മദ്യം കലക്കി തന്നത് അല്ലേ? അത് ഞാൻ കണ്ടു. ആദർശ് ഒരു വശത്ത് നിൽക്കുന്നത്. അവനാണ് പറഞ്ഞതെന്ന് മനസ്സിലായി. വരുണേട്ടൻ എൻ്റെ അടുത്തേക്ക് നീങ്ങി എൻ്റെ മുഖത്തിനോട് മുഖം ചേർത്തു. നിന്റെ അടിവേര് അറുത്തു മാറ്റാൻ വരുൺ വരും. അന്ന് നിന്റെ കണ്ണുനീര് കൊണ്ട് പകരം ചോദിച്ചില്ലെങ്കിൽ വരുൺ ആണല്ലടി. ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ നിന്നും ഞാൻ ഒന്ന് ഞെട്ടി ഉണർന്നു. അപ്പോഴും വരുണേട്ടൻ ദൂരെ തിരകളെ നോക്കിയിരിപ്പുണ്ട്. ദൈവമേ, ആ പ്രായത്തിൽ ചെയ്യുന്ന തെറ്റിൻ്റെ ആഴം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. അന്ന് അഹങ്കാരമായിരുന്നു മാളവികയ്ക്ക്. പക്ഷെ TC വാങ്ങി വരുണേട്ടൻ പോയതോടെ വീണ്ടും ആളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതോടെ എന്നിലെ അഹങ്കാരം മുഴുവൻ ചോർന്നു പോയിരുന്നു. ഉള്ളിലെ നീറ്റിലായി വരുണേട്ടൻ മാറുമ്പോൾ എല്ലാം മറക്കാൻ ഞാൻ സ്വയം ഒരു കോമാളിയായി മാറി. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ അഭയം പ്രാപിച്ചേനെ. എന്നിട്ടും സമാധാനം എന്തെന്നറിയാത്ത എത്രയോ രാത്രികൾ. ആ കൗമാരക്കാരൻ്റെ മുഖം അത് എന്നും എനിക്ക് നീറ്റിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ മനസ്സിനൊരു സുഖം. ഞാൻ കാരണം പഠനം പാതി വഴിയിൽ നിന്നെങ്കിലും നല്ലൊരു ജീവിതം അത് കിട്ടിയല്ലോ, അത് മതി. ഞാൻ കണ്ണൊന്ന് തുടച്ചു. നിനക്ക് കല്യാണത്തിന് സമ്മതമല്ലേ? ഞാൻ പെട്ടെന്ന് ആ ചോദ്യം കേട്ടൊന്ന് ഞെട്ടി. ഇനി നിനക്ക് പിന്മാറണമെന്ന് വിചാരിച്ചാലും വരുൺ അതിന് സമ്മതിക്കില്ല. നിന്റെ അച്ഛൻ ഒരിക്കലും പിന്മാറില്ല. അതിനുള്ള പണി ഞാൻ കൊടുത്തു. ആ മുഖത്തെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. നിന്റെ ലോൺ മുഴുവൻ ഞാൻ ക്ലോസ് ചെയ്തു. ബാങ്കിലുള്ള ബാധ്യത മുഴുവൻ നിന്റെ അച്ഛന് കൊണ്ടുപോയി തീർത്തു കൊടുത്തു.
ഇനി നീ വിവാഹത്തിൽ നിന്നും പിന്മാറിയാൽ ഭവിഷ്യത്ത് വലുതായിരിക്കും. നീ കാരണം നിന്റെ കുടുംബം മുഴുവൻ ഇല്ലാതാകുന്നത് കണ്ടുകൊണ്ടുവരും. നീ സ്നേഹിക്കുന്ന നിന്റെ ചിറ്റയുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും. വരുണേട്ടൻ അത് പൂർത്തിയാക്കാതെ എന്നെ നോക്കി. എനിക്ക് സമ്മതമാണ്. ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ പറഞ്ഞു തീർത്തിരുന്നു. മിടുക്കി, ബാക്കി നമുക്ക് ഗോതയിൽ കാണാം. ഇപ്പൊ നീ കേറ്. വരുണേട്ടൻ കാറ് തുറന്ന് അതിലേക്ക് കയറുമ്പോൾ എൻ്റെ ഉള്ളമൊന്ന് പിടച്ചു.